യുഎയിൽ നടത്തിയ പരിശോധനയിൽ 32,000-ലധികം വിസ നിയമലംഘകർ പിടിയിലായി. 2025 ആദ്യ പകുതിയിലാണ് ഇത്രയും അധികം ആളുകൾ പിടിയിലായതെന്ന് ICP അറിയിച്ചു. പൊതുമാപ്പ് അവസാനിച്ച ശേഷം താമസ വിസ നിയമലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്. നിയമാനുസൃതമായ മികച്ച ജീവിതം ഒരുക്കുന്നതിനാണ് പരിശോധന നടത്തുന്നതെന്ന് ICP ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി അറിയിച്ചു. പിടിയിലായ നിയമലംഘകർക്കെതിരെ നടപടി സ്വീകരിച്ചതായും അൽ ഖൈലി അറിയിച്ചു. 70% ആളുകളെയും നിയമ നടപടികൾ പൂർത്തിയാക്കി നാടുകടത്തി. ചിലരെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. നിയമലംഘകരെ കണ്ടെത്താൻ പ്രത്യേക ടാസ്ക് ഫോഴ്സുകൾ രൂപീകരിച്ചാണ് പരിശോധന. രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും പരിശോധന തുടരുകയാണ്. എമിറേറ്റ്സ് ഗ്രൂപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ഈ വർഷം 17,000-ലധികം പേർക്ക് നിയമനം നൽകും. ക്യാബിൻ ക്രൂ അടക്കം വിവിധ വിഭാഗങ്ങളിലാണ് നിയമനം. നിലവിൽ 1.25 ലക്ഷത്തോളം പേരാണ് എമിറേറ്റ്സ് ഗ്രൂപ്പിൽ തൊഴിലെടുക്കുന്നത്. എമിറേറ്റ്സ് എയർലൈൻ, ധനാത്ത എന്നീ സ്ഥാപനങ്ങളിലായി 17,300-ലധികം പേർക്ക് ഈ സാമ്പത്തിക വർഷം നിയമനം നൽകുമെന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. പൈലറ്റ്, എഞ്ചിനീയർ, കസ്റ്റമർ സർവീസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കേറ്ററിംഗ്, HR, ഫിനാൻസ്, സെയിൽസ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് നിയമനം. ഏറ്റവും മികച്ച ജീവനക്കാരെ നിയമിക്കുന്നതിനായി 150 നഗരങ്ങളിലായിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് നടപടികൾ. ഇമറാത്തി വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കുമായി ദുബൈയിലും റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാകും. ധനാത്ത, കാർഗോ, കേറ്ററിംഗ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗങ്ങളിലായി 4,000-ലധികം പേരെ നിയമിക്കുന്നതിനാണ് നീക്കം നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ശ്രദ്ധേയമായ ഉയർച്ച കൈവരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് 85-ാം സ്ഥാനത്ത് നിന്നും 77-ാം സ്ഥാനത്തേക്കാണ് ഇന്ത്യൻ പാസ്പോർട്ട് എത്തിയത്. റാങ്കിങ്ങിൽ സിംഗപ്പൂർ 1-ാം സ്ഥാനം നിലനിർത്തി. കഴിഞ്ഞ 6 മാസത്തിനിടയിലാണ് റാങ്കിങ്ങിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉയർച്ചയിലെത്തിയത്. ഇന്ത്യൻ പൗരന്മാർക്ക് 58 രാജ്യങ്ങളിൽ വിസ രഹിതമായി യാത്ര ചെയ്യാം. 2-ാം സ്ഥാനത്ത് ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ്. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെട്ട 7 രാജ്യങ്ങളാണ് 3-ാം സ്ഥാനത്ത്. റാങ്കിങ്ങിൽ യുടെ നേട്ടം ശ്രദ്ധേയമാണ്. ആദ്യ 10 ഇടം പിടിച്ച UAE പാസ്പോർട്ട് 8-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 42 സ്ഥാനത്ത് നിന്നുമാണ് UAE 8-ാം സ്ഥാനത്തെത്തിയത്. ജനുവരി മുതൽ ആഗോള പാസ്പോർട്ട് റാങ്കിങ്ങിൽ UK-യും US-ഉം ഓരോ സ്ഥാനം പിന്നോട്ട് പോയി. NTV UAE to the world.